അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബീഫ് മസാല വെച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി മൈദ വെച്ചൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായി 1.5 കപ്പ് മൈദയും 1 മുട്ടയും 1.25 കപ്പ് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം വേണ്ടത്. ഇത് 3 മുട്ടയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തതാണ്. ഇത് കുറച്ച് ബീഫിൻ്റെ മസാല. ഇതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇന്ന് നമുക്ക് ചട്ടിപ്പത്തിരിക്ക് വേണ്ട ദോശ തയ്യാറാക്കണം. അതിനായി ഒരു പാൻ ചൂടാക്കിയെടുത്ത് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് ദോശ ചുട്ടെടുക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ നല്ലപോലെ നിരത്തിയെടുക്കാൻ പറ്റില്ല. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഒരു സൈഡ് കുക്കായി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാതും റെഡിയാക്കി എടുക്കാം. അധികം കട്ടിയില്ലാതെ വേണം ദോശ തയ്യാറാക്കാൻ. ഇതുപോലെ നേർത്ത ദോശയാണ് ഉണ്ടാക്കേണ്ടത്. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് അല്പം നെയ്യ് ചേർത്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഓരോ ദോശയും ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് പാത്രത്തിൽ വെച്ച് കൊടുക്കാം. മുട്ടയുടെ മിക്സിൽ പാലും കൂടി ചേർക്കാറുണ്ട്. ഞാൻ ഇന്ന് ചേർത്തിട്ടില്ല. ഇനി അതിൻ്റെ മുകളിൽ മസാല വെച്ച് കൊടുക്കാം. ഓരോ ലെയറിലും മസാല ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് മസാലയൊന്നും ഇടണ്ട. ഇതുപോലെ എത്ര ലെയർ വരെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 5 ലെയറാണ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഏത് മസാല വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ചിക്കൻ്റെയും മുട്ടയുടെയും എല്ലാം വെച്ചിട്ട് ചെയ്യാറുണ്ട്. ലാസ്റ്റിൽ ബാക്കിയുള്ള മുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് സൈഡൊക്കെ ഫുള്ള് കവർ ചെയ്തെടുക്കണം. ഇനി ഇതൊരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഇതുപോലെ ഒരു പാനിലേക്ക് അല്പം ഗീ തടവി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് വരെ ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കണം. വളരെ ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക് യു.